ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അവിടേക്ക് ഒരു ഫാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇവിടെ കുറേ അത്തിപ്പഴമൊക്കെ ഉണ്ട്. അത്തിയല്ലേ ഇതിന്? അത്തിനല്ലേ ഇത്? ഇത് ഇന്നലത്തെ വീഡിയോയാ. ചേട്ടായിക്ക് ഇന്നലെ ലീവായിരുന്നേ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് തൊടുവെട്ടിയിലേക്ക് പോവുക ചെയ്തത്. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വെട്ടമൊക്കെ വേണ്ടതുകൊണ്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് പോയതാണ്. അല്ലെങ്കിൽ 10 മണി വരെ അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് രാത്രിയിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. സ്കൂളൊക്കെ വിടുന്ന സമയമായതുകൊണ്ട് ടൗണിലൊക്കെ നല്ല തിരക്കാണേ. ഇവിടെ റോഡ് സൈഡിൽ കുറച്ച് ചേച്ചിമാർ ഇവിടുന്ന് വിറകൊക്കെ പറക്കി കെട്ടി വെക്കുന്നുണ്ട്. പാടി വില്ലേജ്. പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. ഫിഷറീസ് വകുപ്പ്, വയനാട് ജില്ല, ജനകീയ മത്സ്യകൃഷി. 2 സൈഡിൽ മുളയൊക്കെ ആക്കിയിട്ട് വഴി ഇങ്ങനെ നല്ല രസമല്ലേ. ഈ ഒരു സൈഡിൽ കണ്ണത്താ ദൂരത്ത് വയലാണേ. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. വരുക കാഴ്ചകളൊക്കെ കണ്ട്. ഇവിടെ കുളമുണ്ട്, വയലുണ്ട്, ശാന്തസുന്ദരമായ സ്ഥലം. എന്താ അമ്മയുടെ പേര്? എവിടെ? ഇവിടെ തന്നെ താമസം? അങ്ങോട്ടല്ലേ. പശുവിന് പുല്ലരിയോ അല്ലേ? ഇവിടെ കൊണ്ട് കെട്ടുവോ പശുവിനെ? കെട്ടില്ലല്ലേ. സുഭാഷേട്ടൻ്റെ അമ്മയുണ്ട് എപ്പോഴും അവിടെ? ആദ്യം ചെന്ന അമ്മയോട് വർത്താനം പറയുമ്പം ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ലായിരുന്നേ. വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ 2 കൊല്ലം താമസിച്ചതായതുകൊണ്ട് പരിചയമായി. ഓരോന്നൊക്കെ ഒക്കെ വന്നപ്പോൾ എല്ലാവരെയും അറിയുന്നവരൊക്കെ തന്നെയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നല്ല തിരക്കുണ്ട്. മീൻ പിടിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മീൻ വേണമെങ്കിൽ മാത്രം പിടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പൈസയൊന്നും ആവത്തില്ല അവിടെ. ഇപ്പം മീൻ പിടിക്കാൻ പോയാലും എല്ലാവർക്കും മീൻ കിട്ടണമെന്നുമില്ല കേട്ടോ. ചിലർക്ക് മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടിയില്ലാന്നും വരും. വരുന്നു. വരുക. ഈ സൈഡിൽ കൂടെ നടന്നാൽ മതി. ബോട്ടോ? ചേട്ടാ ഈ ബത്തേരിയിൽ നിന്ന് 5 കിലോമീറ്റർ അല്ലേ ഇങ്ങോട്ട്? തൊടുവെട്ടി, തപോവനം റോഡ്. ഏതാ? ഷാരോൺ ചിൽഡ്രൻസ് ഹോം. അതിനടുത്തല്ലേ ഇത്? വരും. ഇതെങ്ങോട്ടാ പോകുന്നേ?
എന്നതാ എമ്മൂന് ഇട്ട് കൊടുക്കുന്ന തീറ്റ തിന്നാൻ വരുന്ന കാക്ക. വയനാട്ടിലെ കുറേ സ്ഥലത്ത് പാടി വില്ലേജുകളുണ്ട്. പക്ഷേ ഇത് ആരും അറിയാൻ തുടങ്ങിയിട്ടില്ലാത്തൊരു പാടി വില്ലേജാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ശാന്തസുന്ദരമായ സ്ഥലം. ആ കാർപ്പ് അത് വലുപ്പത്തിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുമല്ലോ എല്ലാം കൂടെ ഒന്നിച്ച്. കാർപ്പോ? കാർപ്പ് നമ്മുടെ അലങ്കാര മത്സ്യേ. അങ്ങനെ കിട്ടുമോ? അതിന് ഉച്ചയ്ക്കെല്ലാം പോയി കുടിച്ചേക്കാ മേടിച്ചാൽ പിന്നെ വരില്ല. പേടിച്ചാ വരികയല്ല, പിടിക്കാൻ തോന്നിയാ പിന്നെ അങ്ങനെ വരില്ല. ചെറുതല്ല, വലുതുണ്ടല്ലേ. കാർപ്പതായാലും വലുത്, മറ്റേ പിലോക്കിന്റെ മക്കളല്ലേ. ഇതിപ്പോ കൊറേ ആയി ഇവിടെ തുടങ്ങിയിട്ട്. കേട്ടോ 2 ലീറ്റർ. തൊടണ്ട, വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടേ. എന്നാ വേഗം ചെന്നൊരു ചൂണ്ട മേടിക്ക്. അവിടെ ചേട്ടൻ ചൂണ്ടയിടുക. ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട്. കിട്ടിയോ മീനിനെ വല്ലോ? ആ, പണ്ടുള്ള കുട്ടികൾ അധികവും കുളത്തിലും പുഴയിലും ഒക്കെ മീനൊക്കെ പിടിച്ചൊക്കെ പരിചയമുള്ളവരായിരിക്കും. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ കുഞ്ഞുണ്ണിക്കാണേലും അക്കുനാണേലും ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ മീനെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറേ എണ്ണം ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കയറി വരുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുന്നു, അല്ലാതെ തലയിൽ തുണിയിടും. കുറേ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ പിടിക്കണല്ലേ. വരുന്നുണ്ട്. ഏതാ ഈ പിന്നെ റെഡും വൈറ്റും കുറേ ഐറ്റം പെട്ടതാ. 2 കളറന്നേ ഉള്ളൂ അല്ലേ ചേട്ടാ? ആ ഓറഞ്ച് കളറും വെള്ള കളറും കാണുന്നത് രണ്ടും ഒരു സൈസ് മീൻ തന്നെയാ. 2 കളറാന്നേ ഉള്ളൂ അല്ലേ? കാർപ്പ്, മറ്റേത് ഫിലോപ്പി. ഈ 3 ടൈപ്പ് മീനിലെ ഇവിടെ കാണുന്ന. ഇപ്പോൾ വേറൊന്നുമില്ലല്ലോ, കുറേ ഉണ്ടല്ലേ. വീഡിയോയിലൊന്നും അങ്ങനെ അല്ല. അവിടുന്ന് അതാ അങ്ങ് ദൂരേന്ന് ഒരെണ്ണം വരുന്നു, വലിയ ഒരെണ്ണം. ഇതാണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ മീൻ. പക്ഷേ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇവിടുന്ന് മാത്രം കുറച്ച് സ്ഥലമല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടമായിട്ട് വരുന്നത് കാണാനേ. യമൂൻ്റെ എടുത്തായിരുന്നു, വീഡിയോ എടുത്തു. നമ്മളടുത്ത് പോയത് കൊത്തുവല്ലേ യമു? അടുത്ത് പോകണ്ട കേട്ടോ, കൊത്തും അത്. ഈ ഗ്ലാസ് കൊടുക്കണോ ചേട്ടൻ്റെ അടുത്ത്? ചൂണ്ട എടുത്തോ? ചൂണ്ട എടുത്തിട്ട് ചൂണ്ടയിൽ കിട്ടുന്ന മീനിനെ കുളത്തിലേക്ക് തിരിച്ചിടാൻ പാടില്ല.
മീനിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ പൈസയും കൊടുക്കണം. നമ്മൾ മീൻ പിടിച്ചാൽ ആ വെയിറ്റ് അനുസരിച്ച് പൈസ കൊടുക്കണം. മുകളിലിങ്ങനെ കയറി നിന്നാൽ മൊത്തമുള്ള വ്യൂ കാണാം കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. വെയിലുണ്ട്. മീൻ പിടിക്കാൻ പോവാ. എല്ലാവരുടെ കയ്യിലും ചൂണ്ടയുണ്ടോ? ഒരെണ്ണം എടുത്താൽ പോരെ? എല്ലാത്തിലും മീൻ കൊത്തിയാൽ പൈസ കൊടുക്കേണ്ടി വരും. മീൻ വാങ്ങണ്ടേ വരും. ഇവിടെ മീനുണ്ട്. അത് നമ്മൾ പിടിക്കുന്നതാണോ അതോ കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ? വലുതാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ട് മാറ്റുന്നതായിരിക്കും. ഇവിടെയും കുളമുണ്ട്. അതിൽ മീൻ കുഞ്ഞുങ്ങളുണ്ട്. വലുതാകുമ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടിടും. നമ്മളിങ്ങോട്ട് കയറുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ പാസോ പൈസയോ ഒന്നും വേണ്ട. പിന്നെ ഇവിടെ വന്നിട്ട് മീനിനെ പിടിക്കുമ്പം ആ മീനിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. അത് എത്ര കിലോ ആയാലും പൈസ നമ്മൾ കൊടുത്ത് മീൻ വാങ്ങണം. ചെറിയ മീനാണെങ്കിൽ ചെറിയ പൈസ ഉണ്ടാകത്തുള്ളൂ. വലിയ തൂക്കമുള്ള മീനാകുമ്പോൾ നല്ല പൈസ ഉണ്ടാവും. മീനിനെ പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് കുളത്തിലേക്ക് വിടാൻ പറ്റത്തില്ല. മുറിവൊക്കെ പറ്റിയിട്ടേ തിരിച്ച് കുളത്തിലേക്ക് വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതന്നെ ചെറിയ ചെറിയ കുളം ആണോ? കുറേ സ്ഥലത്ത് കുളവും മീനും എല്ലാം ഉണ്ടല്ലേ. ആ പട്ടിക്കൂടിൻ്റെ അപ്പുറത്തും കുളം ഉണ്ടായിരുന്നല്ലേ? അത് ഞാനിപ്പോഴാണ് കണ്ടത്. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നപ്പം അവിടുന്ന് കണ്ടില്ല. സാധാരണ ഈ സമയത്ത് വെയിലൊക്കെ പോകുന്നതാണ്. ഇന്നിപ്പോൾ നല്ല വെയിലാണല്ലോ. വെയിലില്ലെങ്കിൽ ഒന്നുകൂടെ കാണാൻ രസമല്ലേ. എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്? ഇറങ്ങി വരാം. ഇവിടെ കയറി നിന്നാൽ നമുക്ക് ചുറ്റുമുള്ള വ്യൂ നല്ലപോലെ കാണാം കേട്ടോ. നല്ല രസമാണ് നിനക്ക് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുണ്ണി വലയിടാൻ വേണ്ടി റെഡി ആയിട്ട് പോവുക. വലയിടാൻ ചൂണ്ടയും കൊണ്ടാണോ പോകുന്നത്? അതിലെ കൂടെ കാറ് പോകുന്നുണ്ടോ? വണ്ടിയൊക്കെ പോകുന്ന കാണാവേ. നല്ല രസമല്ലേ. അത്രയും കണ്ണെത്താ ദൂരത്ത് വയലാണ്. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അക്കുവും ചൂണ്ടയൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. ഇതിലെ കൂടെ കയറണോ? അത് വളഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാണല്ലോ. നമ്മൾ നേരത്തെ കണ്ട കാറാട്ടോ അതാ ആ പോകുന്നത്. അങ്ങനെ കറങ്ങി അതാ അതിലേ വരുന്നു. അങ്ങനെ അതിരി അവിടെ കൂടെ റോഡുണ്ട്. അതേ പോവുകയാണേ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമാണ്. അവൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര പേടിയായിരുന്നേ. എന്നിട്ട് ഇപ്പോൾ അമ്മേ പൊട്ട് കലമ്മേ പോരമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര ചേട്ടാ ഇവിടെ നമ്മളെ വലിച്ചുകൊണ്ടാണ് പോയത്. ആ ഞാൻ കണ്ടു കയറൊക്കെ.
നീ പൊക്കോ പൊക്കോ, ഞാൻ വന്നോളും. ആ കുഴിയൊക്കെ ഞാൻ കണ്ടു. യമുവിന് ഇട്ട് കൊടുത്തേക്കുന്ന തീറ്റ തിന്നാൻ കാക്ക വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ കാക്കേനെ ഓടിക്കുന്നുണ്ട്. പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലമാണ്. ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതാ ഞാൻ പറഞ്ഞത്, ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ്. നല്ല കാറ്റാട്ടോ ഇവിടെ, വയലൊക്കെ ആയതുകൊണ്ട്. പല്ല് കടിച്ചാൽ ആണോ? നട്ടർന്നല്ലേ പേര്? ആ തൊലി പൊളിച്ചിട്ട് വെക്കുന്ന ഇത് മറക്കാൻ നല്ലതാ. ഒന്ന് ചെറുതും ഒന്ന് വലുതും അല്ലേ? പല്ലുള്ള മീനാ ഇത്. ചൂണ്ടയിടാനുള്ള തീറ്റ. ആ തീറ്റ കുറച്ച് കുറച്ച് എടുത്താൽ മൊത്തം വേണ്ടല്ലേ? കുത്തി കേറൂല വെയില്. കുളത്തില് തീറ്റ കൊളുത്തി വെച്ചു. മീൻ പിടിക്കാൻ പോവാ. കോളെ നോക്കണേ. അതിനേട്ടേ അവിടെ അങ്ങനെ വെച്ചേച്ച് പോന്നോ? കൊളുത്തി കഴിഞ്ഞിട്ട് എടുക്കാനാ? ഓ ഐഡിയ കൊള്ളാലോ. ഇത് വലയല്ല മോനെ, ചൂണ്ടയിടുക. വലയെന്നും പറയാം ചൂണ്ടയെന്ന് പറയാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് രസമാണ്. വണ്ടി പോകുന്നതുകൊണ്ട് അങ്ങേ അറ്റത്തൂന്ന് വന്നിട്ട് അങ്ങോട്ട്. അത് പിന്നെ എങ്ങോട്ടേട്ടെ ആ റോഡ്? ഒരു സ്കൂൾ ബസ് വരുന്നുണ്ടേ, കുഞ്ഞ് സ്കൂൾ ബസ്. ഇതാണ്ടിതാ. അതിങ്ങനെ പോയി അങ്ങ് പോവും. നല്ല രസം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. പല സ്ഥലത്തേക്കാ വഴിയില്ലേ? ഈ വഴി വന്നിട്ട് അങ്ങോട്ട് ബത്തേരിക്ക് പോകുന്നുണ്ടല്ലേ? പിന്നെ ഒരെണ്ണം ഇങ്ങോട്ട് പോയിട്ട് ആ റോഡ് അങ്ങോട്ട് വേറെ അങ്ങോട്ടും പോകുന്നില്ല, അതങ്ങനെ അവസാനിക്കുമല്ലേ? എവിടെയെല്ലാം അതങ്ങോട്ടും പോകുന്ന റോഡാണോ ഈ ഒരു റോഡ്? ഈ ഒരു റോഡ് അല്ല ഏട്ടേ. ആ കാറ് കിടക്കുന്നിടം വരെ വണ്ടി പോകത്തുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ബത്തേരിക്കുള്ള റോഡ്. ആ തെങ്ങിൻ്റെ അവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്, അത് ബത്തേരിക്കുള്ള റോഡ്. നായിക്കട്ടി വഴി മാതമംഗലത്തേക്ക് പോകാൻ ബസ്സും വണ്ടികളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതുവഴി പോകുമ്പോൾ കാറൊക്കെ കുറച്ച് ദൂരം മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബൈക്കൊക്കെ പോകും, പിന്നെ നടന്നു പോവുകയും വേണം. അവിടെ പിള്ളേർ വന്ന് കാണാൻ വെറുതെ വന്നാന്ന് തോന്നുന്നു. ഈ ചേട്ടൻ കുറേ നേരമായി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട്. മീൻ പിടിക്കുക ആദ്യമായിട്ടല്ലേ? ഞാനും ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല. ചേട്ടായിക്ക് പിന്നെ ഇതൊക്കെ നല്ല ശീലമല്ലേ ചേട്ടായി? കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പരിപാടിയാണ് മീൻ പിടുത്തം. ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ? കഴിഞ്ഞു വന്നതാ? പേര്? മീൻ കിട്ടിയോ അക്കു? എത്ര മീൻ കിട്ടി?
നിപ്പൊക്കെ കണ്ട ഇപ്പോൾ കുറേ എണ്ണത്തിന് പിടിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തോർത്തിലൊക്കെ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചൂണ്ടയിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നേ. ചേട്ടായി ചൂണ്ടയൊക്കെ പിടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ പിള്ളേരവിടെ കിടന്ന് ചാടുന്ന നോക്ക്. മീൻ പിടിക്കണ ക്ഷമ വേണം അല്ലേ ചേട്ടായി? നല്ല ക്ഷമ വേണം. എന്നാൽ അവിടെ ഇരുന്നോ, ഞാൻ പോവാ വീട്ടിൽ. വെയിൽ പോയില്ലേ? അക്കുന് പറ്റിയ പണിയല്ല മീൻപിടുത്തം. ക്ഷമ വേണം, ക്ഷമ. അക്കുന് ദേഷ്യം വരാൻ തുടങ്ങി. അത് ചില സമയത്ത് പെട്ടെന്ന് മീൻ കൊത്തും, ചില സമയത്ത് പെട്ടെന്ന് കൊത്തത്തില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലൊക്കെ ഇരിക്കും. ശാന്തമായിട്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് മീനിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ. വെയിലൊന്നും ഉള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വരുവാണെങ്കിൽ കാണാനും നല്ല രസമാണ്. ഞാനിവിടെ രാവിലെ മുതലുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പം രാവിലെ ഒന്നുമില്ല, 2 മണി മുതലാണ് തുടങ്ങുന്നത്, 10 മണി വരെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, അവധിയൊന്നുമില്ല. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ, നല്ല ഭംഗിയാണേ. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. കുറേ പക്ഷികൾ, വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെയും കാണാം, അവരുടെ സൗണ്ടും കേൾക്കാം. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ നിലത്ത് ഇതുപോലെ പലക ഇട്ടേക്കുവാണേ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അവിടെ അങ്ങനെ വയലും കാണാം. കുറച്ച് സ്ഥലത്തൊക്കെ നെല്ലൊക്കെ കൊയ്യാനായിട്ടുണ്ട്, കുറച്ചൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി ഞാനതിന് പോവാണ്. ഇത് കുടുങ്ങിപ്പോയി. കൈ കൊടുക്കല്ലേ, കൈ കൊടുക്കരുതേ. കൊണ്ടൊരു കയ്യിലുണ്ടോ? പച്ചി കൊടുക്ക്. അവന് മീൻ കുടുങ്ങിയിട്ടില്ല. പിന്നെ അത് എടുക്കാൻ കിട്ടാതെ ഈ തുമ്പികളുണ്ട്. ഒരുപാട് തുമ്പികൾ പറക്കുന്നുണ്ട്.
ചൂണ്ട കാണുന്നില്ല മാത്രമാണ്. ഇട്. ഞാൻ ആദ്യമായിട്ടൊന്ന് ചൂണ്ടയിട്ട് നോക്കട്ടെ. എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാനിതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട്. ഗപ്പീസ് കണ്ടമാനുണ്ട്. അതൊക്കെ ഈ തീറ്റ തിന്നും അല്ലേ? അതാ പൊന്മാൻ മീനിനെ പിടിച്ച് തിന്നുന്നു. കുഞ്ഞു കുഞ്ഞു മീനിനെ കണ്ടോ വിഴുങ്ങുന്നേ? വീഡിയോ എടുക്കുന്നത് കിട്ടത്തില്ല, ചെറുതാ. അതാ എത്ര എണ്ണത്തിനെ പിടിച്ച് തിന്നുന്നത്? അതിനെ തീർച്ച ഇനിയും ചാടി വരും. വീഡിയോ കാണുന്ന പോലില്ല, പക്ഷീനെ പൊന്മാനെ കാണുന്ന പോലുമില്ല. പൊന്മാൻ മീനിനെ പിടിച്ച് തിന്നുന്നുണ്ട്. ഇതിവിടെ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടില്ല. വയനാട്ടുകാർക്ക് പോലും ശരിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം അറിയത്തില്ല കേട്ടോ. ഞങ്ങളും ചേട്ടായുടെ കൂട്ടുകാരൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം അറിയുന്നത്. ഞങ്ങളിവിടെ ഇതിൻ്റെ അടുത്ത് ഒരു 2 കൊല്ലം വാടകയ്ക്ക് താമസിച്ചതായിരുന്നേ. അന്നേരം ഒന്നും ഇത് ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. വലിയൊരു പാടത്തിൻ്റെ നടുക്കായി ഒരു ഫാം ഉള്ളത്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്വർണ്ണ കളറായിട്ട് നെല്ല് കൊയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആമ്പലുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട്. അവിടെ ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ചായയൊക്കെ കിട്ടും, കടികളും ഒക്കെ ഉണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായും പിള്ളേരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതിന് മുകളിലും ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള സ്ഥലമാണ്. വയൽക്കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിക്കാം. ഇവിടെ കുറച്ച് ചേട്ടന്മാരിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. കണ്ണത്താ ദൂരത്ത് വയലല്ലേ ചേട്ടായി? ഇതാരെയും ഒച്ച ഉണ്ടാക്കുന്ന കുഞ്ഞുണ്ണിയാ? ചേട്ടായി പഠിക്കുമ്പോഴോ? കേൾക്കുന്നില്ല. പഠിക്കുന്ന സമയത്ത് വരമ്പ് മാത്രം. വയല് നല്ല രസമായിരിക്കില്ല കാണാൻ? യാത്രാ ബുദ്ധിമുട്ട് മാറി, കാണാൻ ഭംഗിയായിരുന്നു അല്ലേ? ഇപ്പൊ തന്നെ നോക്കിക്കോ, എന്തു കണ്ടെത്താ ദൂരത്ത് വയല. കണ്ണെത്താ ദൂരത്തുള്ള വയല. അങ്ങ് ദൂരത്തേക്ക് നമുക്ക് കാണത്തേ ഇല്ല. അവിടെ ആൾക്കാർ നിന്ന് പണിയെടുത്ത് എന്തോ ഒരു പൊട്ട് പോലല്ലേ അങ്ങ് ദൂരെ കണ്ടോ? ഒരു തോർത്തിൻ്റെയോ ഡ്രസ്സിൻ്റെയോ ഒക്കെ കളറ് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും തിരിയുന്ന പോലുമില്ല. സമൂസ ചായ ചെറുതല്ലേ? ചെറുതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? നീ എവിടെ പറയുന്നു? അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. അബുദാബിയിലെ മുഴുവൻ പ്രതീകമായ ആളുകൾ ഇടം പിടിച്ച് ഒട്ടനവധി വേദികൾ പിന്നിട്ട് കേരളത്തിനെ
10 പ്രൊഫഷണൽ നാടകങ്ങളുമായി ഒരു നാടകമേള. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പം രാത്രി ആയിട്ടുണ്ടായി. ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ ഞാൻ രാവിലെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. അതൊക്കെ എടുത്ത് വെക്കണം. നല്ല തണുപ്പുണ്ട്. ചൂടുവെള്ളം വെച്ചിട്ട് ഇനി കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.